Welcome to chemistry class. Today I am discussing analysis of simple salt. How to study the analysis of simple salt in a simple way. A salt is formed by the combination or the neutralization of an acid and base. So here is an acid, that is hydrochloric acid, and a base, sodium hydroxide. So when neutralization occurs, sodium chloride is the product. And this is a salt, and the salt consists two ions, a sodium ion and a chloride ion. And the sodium ion, that is a cation, and chloride ion, that is an anion. And this cation that is formed from the base, which is called a basic radical. So this is called a basic radical. And the anion that is formed from the acid. This is formed from the acid, which is called an acid radical. So this is an acid radical. So what is basic radical? That is the cation, and anion is the acid radical. And always a simple salt consists a cation and an anion. A cation should be other than H plus and the anion should be other than OH minus. Then for this year we had to perform the experiments for these anions and cations. നമ്മുടെ ഈ വർഷത്തെ സിലബസിൽ നമുക്കുള്ള ആനിയോൺസ് കാർബണേറ്റ്, അസിറ്റേറ്റ്, ക്ലോറൈഡ് ആൻഡ് നൈട്രേറ്റ്. ഈ വർഷം നമുക്ക് 4 ആനിയോൺസ് മാത്രമേ പഠിക്കാനുള്ളൂ: കാർബണേറ്റ്, അസിറ്റേറ്റ്, ക്ലോറൈഡ് ആൻഡ് നൈട്രേറ്റ്. നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. ഈ ഓർഡറിലാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് കാർബണേറ്റ് ഉണ്ടോ, ഇല്ലെങ്കിൽ അസിറ്റേറ്റ് ചെയ്യുക, അസിറ്റേറ്റ് ഇല്ലെങ്കിൽ ക്ലോറൈഡിലേക്ക് പോവുക, ക്ലോറൈഡ് ഇല്ലെങ്കിൽ നൈട്രേറ്റിലേക്ക് പോവുക. ആ രീതിയിലാണ് നമ്മുടെ അനാലിസിസ്. കാറ്റയോൺസിനെ നമ്മൾ 0 മുതൽ 6th ഗ്രൂപ്പ് വരെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആനിയോൺസ് കണ്ടുപിടിക്കുന്നു, അതിനുശേഷം ഏത് ഗ്രൂപ്പിലാണ് കാറ്റയോൺ പ്രസന്റ് ആയിട്ടുള്ളതെന്ന് നോക്കുന്നു. അപ്പം നമുക്കിവിടെ 3 കാറ്റയോൺസ് ആണ് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് അമോണിയം ഫ്രം ദ 0 ഗ്രൂപ്പ്, and the second one is lead, that is from the first group, and the aluminium, that is from the 3rd group. So 3 ഗ്രൂപ്പ്സ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്: 0 ഗ്രൂപ്പ്, ഫസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് 3rd ഗ്രൂപ്പ്. ഇനി എങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഈ അനാലിസിസ് മനസ്സിലാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് അനാലിസിസ് ഓഫ് സിമ്പിൾ സോൾട്ട് വരുമ്പോൾ നമുക്ക് 3 കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം: എക്സ്പെരിമെന്റ്, ഒബ്സർവേഷൻ ആൻഡ് ഇൻഫറൻസ്. എക്സ്പെരിമെന്റ് കോളത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഏത് എക്സ്പെരിമെന്റ് ആണ്, അതെങ്ങനെയാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്, അതാണ് നമ്മൾ എക്സ്പെരിമെന്റ് കോളത്തിൽ കൊടുക്കുന്നത്. പിന്നെ ഒബ്സർവേഷൻ കോളത്തിൽ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്. ഇൻഫറൻസ് കോളത്തിൽ നമ്മൾ കൊടുക്കുന്നത് ഈ ഒബ്സർവേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കൺക്ലൂഷൻസ് ആണ്. ഏതൊക്കെ കാറ്റയോൺസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്, ഏതൊക്കെ ആനിയോൺസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്, ഏതൊക്കെ ടെസ്റ്റാണ് നെഗറ്റീവായിട്ട് ആൻസർ വരുന്നത്, അതെല്ലാം നമുക്ക് ഇൻഫറൻസ് കോളത്തിൽ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ നമ്മുടെ ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രിലിമിനറി ടെസ്റ്റ് ആണ്. അതിനകത്ത് നമ്മൾ ആദ്യം കൊടുക്കുന്ന കളറാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. സോ ഓൾവേസ് ദർ ഇസ് കളർലെസ് സോൾട്ട്സ് ആണ്. ബിക്കോസ് നമ്മുടെ എക്സ്പെരിമെന്റ് നമുക്ക് എക്സാമിന് തരുന്നത് എപ്പോഴും കളർലെസ് സോൾട്ട്സ് ആയിരിക്കും. സാധാരണ ഇതിൽ കോപ്പർ, മാംഗനീസ് ഒക്കെയാണ് കളേർഡ് ആയിട്ടുള്ള സോൾട്ടുകൾ. അപ്പോൾ ഇതൊക്കെ ആബ്സെന്റ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഇൻഫറൻസ് കോളത്തിൽ നമ്മൾ കൊടുക്കുന്നത്. സോ ദാറ്റ് ഈസ് ആബ്സെൻസ് ഓഫ് കോപ്പർ ആൻഡ് മാംഗനീസ് എക്സെട്ര എന്ന് കൊടുക്കുക. ദെൻ സിസ്റ്റമാറ്റിക് അനാലിസിസിൽ ഞാൻ നേരത്തെ പറയുന്നത് നമുക്ക് 4 ആനിയോൺസ് ആണുള്ളത്. ആദ്യത്തെ ആനിയോൺ ആണ് നമുക്ക് കാർബണേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കാർബണേറ്റിന്റെ ടെസ്റ്റ് എന്താണെന്ന് നോക്കുക. സോൾട്ട് ഇസ് ട്രീറ്റഡ് വിത്ത് ഡൈല്യൂട്ട് HCl. സോൾട്ട് ഡൈല്യൂട്ട് HCl ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? ബ്രിസ്ക് എഫർവസൻസ്. അതിൽ സോഡ പതിഞ്ഞ് വരുന്നത് പോലെയുള്ള ഒരു എഫക്റ്റ് ആണ് അവിടെ കിട്ടുന്നത്. ദാറ്റ് ഈസ് ബ്രിസ്ക് എഫർവസൻസ് എന്ന് പറയും. സോ ദാറ്റ് ഈസ് ഡ്യൂ ടു ദ എവല്യൂഷൻ ഓഫ് ദി കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. സോ ദാറ്റ് ഈസ് നമ്മളെങ്ങനെ പഠിക്കുമ്പോൾ സിമ്പിളായിട്ട് പഠിച്ചാൽ മതി. സോൾട്ട് പ്ലസ് ഡൈല്യൂട്ട് HCl, brisk effervescence, carbonate. So that is a test for carbonate. Then നമ്മൾ അസറ്റേറ്റിന്റെ ടെസ്റ്റ് എങ്ങനെ പഠിക്കും? A salt is treated with or rubbed with dilute H2SO4 in a watch glass. നമ്മൾ സോൾട്ടും ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡും കൂടെ ചേർത്ത് നന്നായിട്ട് റബ്ബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഇത്ര പഠിച്ചാൽ മതി: സോൾട്ട് പ്ലസ് ഡൈല്യൂട്ട് H2SO4, സ്മെൽ ഓഫ് വിനെഗർ, വിനെഗറിന്റെ സ്മെല്ലാണ് കിട്ടുന്നത്, ദാറ്റ് ഇസ് അസറ്റേറ്റ് ആയിരിക്കും. ദെൻ മൂന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ക്ലോറൈഡിന്റെ ടെസ്റ്റ് ആണ്. 2 ടെസ്റ്റ് ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ മൂന്നാമത്തെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ക്ലോറൈഡ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ആവശ്യമുള്ളെങ്കിൽ നമ്മൾ എല്ലാ ടെസ്റ്റുകളും പഠിക്കുക. ദെൻ സോൾട്ട് പ്ലസ് കോൺസെൻട്രേറ്റഡ് H2SO4 ആണ്, വിച്ച് ഗീവ്സ് കളർലെസ് ഗ്യാസ്, കളർലെസ് ഓർഡർലെസ് ഗ്യാസ്, വിച്ച് ഗീവ് ഡെൻസ് വൈറ്റ് ഫ്യൂംസ് when a glass door dipped in ammonium hydroxide is shown in the
ഷോൺ എബവ് ദ ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബിൻ്റെ മുകളിൽ നമ്മൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ഡിപ്പ് ചെയ്ത ഗ്ലാസ്സിലോട് കാണിക്കുമ്പം ഈ കളർലെസ് ഗ്യാസ് ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ആയിട്ട് മാറും. അത് നമ്മൾ എഴുതുമ്പോൾ മതി. നമുക്കിപ്പോൾ പഠിക്കുമ്പോൾ എളുപ്പമായിട്ട് പഠിക്കാം. സോൾട്ട് പ്ലസ് കോൺസെൻട്രേറ്റഡ് H2SO4 യു വിൽ ഗെറ്റ് കളർലെസ് ഓർഡർലെസ് ഗ്യാസ്. സോ ദാറ്റ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ക്ലോറൈഡ്. ദെൻ നാലാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് നൈട്രേറ്റിൻ്റെ ടെസ്റ്റാണ്. എങ്ങനെയാണ് നൈട്രേറ്റ് ചെയ്യുന്നത്? എ സോൾട്ട് ഇസ് മിക്സ്ഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അതിലേക്ക് പേപ്പർ ബോൾ ആഡ് ചെയ്യാം. യു വിൽ ഗെറ്റ് റെഡിഷ് ബ്രൗൺ ഗ്യാസ്. സോ ദാറ്റ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് നൈട്രേറ്റ്. ഈ 4 ടെസ്റ്റുകൾ വളരെ വേഗത്തിൽ മനസ്സിലാക്കുക. ആദ്യത്തെ ടെസ്റ്റ് സോൾട്ട് പ്ലസ് ഡൈല്യൂട്ട് HCl, രണ്ടാമത്തത് സോൾട്ട് പ്ലസ് ഡൈല്യൂട്ട് H2SO4, മൂന്നാമത്തത് സോൾട്ട് പ്ലസ് കോൺസെൻട്രേറ്റഡ് H2SO4, നാലാമത്തത് സോൾട്ട് പ്ലസ് കോൺസെൻട്രേറ്റഡ് H2SO4 പ്ലസ് പേപ്പർ ബോൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആനിയൺസിൻ്റെ ടെസ്റ്റുകൾ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റുകളാണ് പഠിക്കുക. അതിനുശേഷം ഐഡൻറ്റിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് കൺഫേം ചെയ്യണം. കൺഫേം ചെയ്യാനായിട്ട് എല്ലാ ആനിയോൺസിനും ഓരോ ടെസ്റ്റുകൾ വെച്ച് നമുക്ക് മസ്റ്റായിട്ട് കൺഫർമേറ്ററി ടെസ്റ്റ് വേണം. ഇപ്പോൾ കാർബണേറ്റ് ആണെങ്കിൽ എന്താണ് നമ്മുടെ ടെസ്റ്റ് എന്ന് നോക്കുക. കാർബണേറ്റ് ആണെങ്കിൽ നമ്മളിവിടെ നോക്കുക സോൾട്ട് സൊല്യൂഷൻ പ്ലസ് ലെഡ് അസറ്റേറ്റ് ആണ്. ഇവിടെ നമ്മളെല്ലാം സോൾട്ട് സൊല്യൂഷൻസ് ആണ്. സോ സോൾട്ട് സൊല്യൂഷൻ പ്ലസ് ലെഡ് അസറ്റേറ്റ് എന്താണ് കിട്ടുന്ന പ്രസിപ്പിറ്റേറ്റ്? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് കാർബണേറ്റിൻ്റെ ടെസ്റ്റ്. ദെൻ അസറ്റേറ്റിൻ്റെ ടെസ്റ്റ് ശ്രദ്ധിക്കുക. എന്താണ് അസറ്റേറ്റിൻ്റെ ടെസ്റ്റ്? സോൾട്ട് സൊല്യൂഷൻ പ്ലസ് ന്യൂട്രൽ ഫെറിക്ലോറൈഡ്. അപ്പോൾ നമുക്ക് ഒരു റിയേജന്റ് മാത്രമേ പഠിക്കാനുള്ളൂ. ആദ്യത്തിൽ സോൾട്ട് സൊല്യൂഷൻ പ്ലസ് ലെഡ് അസറ്റേറ്റ്, രണ്ടാമത്തിൽ സോൾട്ട് സൊല്യൂഷൻ പ്ലസ് ഫെറിക്ലോറൈഡ്, ന്യൂട്രൽ ഫെറിക്ലോറൈഡ് ആണ്. യു വിൽ ഗെറ്റ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ്. അതാണ് അസറ്റേറ്റിൻ്റെ ടെസ്റ്റ്. മൂന്നാമത്തത് സോൾട്ട് സൊല്യൂഷൻ പ്ലസ് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ആൻഡ് സിൽവർ നൈട്രേറ്റ്. 2 റിയേജൻസും കൂടെ ഉണ്ട്. സോൾട്ട് സൊല്യൂഷനിലേക്ക് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുക, സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുക. യു വിൽ ഗെറ്റ് വൈറ്റ് കേർഡി പ്രസിപ്പിറ്റേറ്റ്. നല്ല തൈര് പോലെയുള്ള പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ദാറ്റ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ക്ലോറൈഡ്. ദെൻ നൈട്രേറ്റിൻ്റെ ടെസ്റ്റ് ശ്രദ്ധിക്കുക. സോൾട്ട് സൊല്യൂഷൻ പ്ലസ് ഫെറസ് സൾഫേറ്റ് പ്ലസ് കോൺസെൻട്രേറ്റഡ് H2SO4. സോൾട്ട് സൊല്യൂഷനിലേക്ക് ഫെറസ് സൾഫേറ്റ് ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക, ഈക്വൽ എമൗണ്ട്സ് മിക്സ് ചെയ്യുക, അതിലേക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് സൈഡ്സിൽ കൂടി ആഡ് ചെയ്യുക വിത്തൗട്ട് ഷേക്കിംഗ്. ദെൻ യു വിൽ ഗെറ്റ് എ ബ്രൗൺ റിംഗ്. ടെസ്റ്റുകളെല്ലാം നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണല്ലോ. യെസ്, ദാറ്റ് ഇസ് ബ്രൗൺ റിംഗ് ടെസ്റ്റ് ആൻഡ് ദാറ്റ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് നൈട്രേറ്റ്. സോ ദീസ് ടെസ്റ്റ് ആർ ദ കൺഫർമേറ്ററി ടെസ്റ്റ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ആനിയോൺസിൻ്റെ പഠിക്കേണ്ടത്. അപ്പോൾ ആനിയോൺസിൻ്റെ 4 ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് പഠിക്കാം, 4 കൺഫർമേഷൻ ടെസ്റ്റുകൾ പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ കാറ്റയോൺസ് ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് കാറ്റയോൺസ് ഞാൻ പറഞ്ഞു 3 ഗ്രൂപ്പ്സേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. 0, ഫസ്റ്റ് ആൻഡ് തേർഡ് ഗ്രൂപ്പ്. ഇങ്ങനെ 3 നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റുകൾ നോക്കാം. ആദ്യം നമ്മൾ 0 ഗ്രൂപ്പിൻ്റെ ടെസ്റ്റാണ് ചെയ്യുന്നത്. ഹെഡിങ് ശ്രദ്ധിക്കുക, സിസ്റ്റമാറ്റിക് അനാലിസിസ് ഫോർ ദ ഇന്റർ ഗ്രൂപ്പ് സെപ്പറേഷൻ ആണ്. ആദ്യം നമ്മൾ 0 ഗ്രൂപ്പിൻ്റെ ടെസ്റ്റാണ് നോക്കുന്നത്. സോൾട്ട് സൊല്യൂഷൻ പ്ലസ് സോഡിയം കാർബണേറ്റ് കൊടുത്തിട്ടുണ്ട്. സോൾട്ട് സൊല്യൂഷൻ പ്ലസ് സോഡിയം കാർബണേറ്റ് ആണ് ഇവിടുത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത്. നോ പ്രസിപ്പിറ്റേറ്റ് ഒന്നും ഉണ്ടാവില്ല. ഇവിടെ മാത്രമേ നമുക്കുള്ളൂ നോ പ്രസിപ്പിറ്റേറ്റ്. സോ സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കുക. ഹിയർ നോ പ്രസിപ്പിറ്റേറ്റ്. ദാറ്റ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് 0 ഗ്രൂപ്പ്. Then if there is no 0 group, you have to pass on this first group. 0 group ഇല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിലേക്ക് പോകേണ്ടതാണ്. സോ നമ്മൾ എവിടെ എന്ത് ചെയ്യണം? സോൾട്ട് സൊല്യൂഷൻ പ്ലസ് ഡൈല്യൂട്ട് HCl. അല്പം സോൾട്ട് സൊല്യൂഷൻ എടുക്കുക, ഡൈല്യൂട്ട് HCl ആഡ് ചെയ്യുക. ഹെവി വൈറ്റ് precipitate is obtained. So this is a test for first. And if there is no first group cation, you have to pass on the third group. Before that, there is second group also. That is salt solution that react with dilute HCl and H2S. സോൾട്ട് സൊല്യൂഷനും ഡൈല്യൂട്ട് HClഉം അതിലേക്ക് ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ദർ ഇസ് നോ ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ. നമുക്ക് പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും കിട്ടത്തില്ല. ബിക്കോസ് ദി സെക്കൻഡ് ഗ്രൂപ്പ് ഇസ് ആബ്സെൻറ്റ്. സോ ആബ്സെൻസ് ഓഫ് സെക്കൻഡ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് നമുക്കത് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത്തവണത്തെ പ്രത്യേക സാഹചര്യത്തിൽ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ആൻഡ് ദ നെക്സ്റ്റ് ഗ്രൂപ്പ് ഈസ് ദാറ്റ് ഇസ് തേർഡ് ഗ്രൂപ്പ്. ആൻഡ് ഹിയർ സോൾട്ട് സൊല്യൂഷൻ ദാറ്റ് ഇസ് മിക്സ്ഡ് വിത്ത് സോളിഡ് അമോണിയം ക്ലോറൈഡ് or excess ammonium chloride and ammonium hydroxide solution. അപ്പോൾ 2 റിയേജൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. സോൾട്ട് സൊല്യൂഷൻ, അതിൻ്റെ കൂടെ നമുക്ക് അമോണിയം ക്ലോറൈഡ് ഉണ്ട്, ദെൻ അമോണിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട്. ഇത് 2 ആഡ് ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് വൈറ്റ് ജെലാറ്റിനസ് precipitate. സോ ദാറ്റ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് തേർഡ് ഗ്രൂപ്പ്. അപ്പോൾ ഇതിനകത്ത് 3 ടെസ്റ്റുകളാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ആദ്യത്തെ സോൾട്ട് സൊല്യൂഷൻ വിത്ത് സോഡിയം കാർബണേറ്റ് 0 ഗ്രൂപ്പ്, സോൾട്ട് സൊല്യൂഷൻ പ്ലസ് ഡൈല്യൂട്ട് HCl ഫസ്റ്റ് ഗ്രൂപ്പ്, സോൾട്ട് സൊല്യൂഷൻ പ്ലസ് solid ammonium chloride and solid ammonium chloride and ammonium hydroxide, that is third group. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ഏതാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രൂപ്പിന്റെ കൺഫർമേറ്ററി ടെസ്റ്റുകൾ പഠിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ഗ്രൂപ്പ്സിന്റെ കൺഫർമേറ്ററി ടെസ്റ്റുകളെ പഠിക്കാനായിട്ടുള്ളൂ. ആദ്യത്തെ ഗ്രൂപ്പ് ദാറ്റ് ഇസ് 0 ഗ്രൂപ്പ്. 0 ഗ്രൂപ്പിന്റെ ടെസ്റ്റുകൾ നോക്കുക. 2 ടെസ്റ്റുകളാണ് 0 ഗ്രൂപ്പിനുള്ളത്.
The first test is Nestle's reagent test and the second one is sodium hydroxide test. ആദ്യത്തെ ടെസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കുക. Salt solution with Nestle's reagent. For that test, you have to take 1 drop of salt solution plus Nestle's reagent. Then you will get brown precipitate there. You will get brown precipitate here. That is for 0 group. And if the salt solution is mixed with the sodium hydroxide and boiled well, നന്നായിട്ട് ബോയിൽ ചെയ്യിപ്പിക്കാം. Then you will get smell of ammonia. 0 group ആണ്. 0 ഗ്രൂപ്പിലെ കാറ്റോൺ നമുക്കറിയാം അമോണിയം ആണ്. അമോണിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതുപോലെ സ്മെല്ല് കിട്ടുന്നത്. സോ ദാറ്റ് ഇസ് എ ടെസ്റ്റ് ഫോർ 0. ഇപ്പോൾ 0യുടെ കൺഫർമേഷൻ ടെസ്റ്റുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? നെസ്ലേസ് റിയേജന്റ് ടെസ്റ്റ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ടെസ്റ്റ്. അപ്പോൾ നമുക്ക് രണ്ട് ടെസ്റ്റേ അവിടെ പഠിക്കാനായിട്ടുള്ളൂ. ദെൻ ഫസ്റ്റ് ഗ്രൂപ്പിലേക്ക് വരിക. ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന സമയത്ത് നമുക്ക് അവിടെ 2 ടെസ്റ്റുകളെ പഠിക്കാനായിട്ടുള്ളൂ. അഗെയിൻ സോൾട്ട് സൊല്യൂഷൻ ആണ്. ഈ ടെസ്റ്റുകളെല്ലാം സോൾട്ട് സൊല്യൂഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ സോൾട്ട് സൊല്യൂഷൻ പ്ലസ് പൊട്ടാഷ്യം ക്രോമേറ്റ്, ദാറ്റ് ഇസ് എ ഫസ്റ്റ് ടെസ്റ്റ്. യു വിൽ ഗെറ്റ് യെല്ലോ precipitate. Then second test, salt solution plus potassium iodide. Again yellow precipitate. You will get this yellow precipitate which is soluble in hot water and reappeared as golden spangles on cooling. നമ്മൾ ചെയ്തിട്ടുണ്ടാവും. തണുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഗോൾഡൻ സ്പാങ്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് നമുക്ക് രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻഡ് ആയിട്ട് എഴുതാനും കൂടെ നമ്മൾ പഠിക്കണം. ഫസ്റ്റ് നമ്മൾ സിമ്പിളായിട്ട് പഠിക്കാതിന് ശേഷം എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ദെൻ സെക്കൻഡ് ഗ്രൂപ്പ് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തേർഡ് ഗ്രൂപ്പിലേക്ക് പോകാം. എന്താണ് തേർഡ് ഗ്രൂപ്പിലെ ടെസ്റ്റുകളെന്ന് നോക്കാം. അവിടെ 2 ടെസ്റ്റുകളാണുള്ളത്. ഒന്നാമത്തെ ടെസ്റ്റ്, ദിസ് ഈസ് ദ ഫസ്റ്റ് ടെസ്റ്റ്, ദാറ്റ് ഈസ് സോൾട്ട് സൊല്യൂഷൻ വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോൾട്ട് സൊല്യൂഷൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക. യു വിൽ ഗെറ്റ് ജെലാറ്റിനസ് വൈറ്റ് precipitate. തേർഡ് ഗ്രൂപ്പിലെ നമ്മുടെ ഗ്രൂപ്പ് അനാലിസിസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതും ജെലാറ്റിനസ് precipitate തന്നെയാണ്. ആൻഡ് വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ടെസ്റ്റ്? The salt solution is mixed with the concentrated nitric acid and cobalt nitrate. രണ്ടും കൂടി ചേർക്കുക. ബോയിൽ വെൽ, നന്നായിട്ട് തിളപ്പിക്കുക. ആൻഡ് എ ഫോൾഡഡ് ഫിൽറ്റർ പേപ്പർ ഇസ് ഡിപ്ഡ് ഇൻ ഇറ്റ്. ഒരു ഫോൾഡഡ് ആയിട്ടുള്ള ഫിൽറ്റർ പേപ്പർ ഇതിൻ്റെ ഉള്ളിൽ ഡിപ്പ് ചെയ്യുക. ആൻഡ് ബേൺ ടു ആഷ്, കത്തിക്കുക. യു വിൽ ഗെറ്റ് ബ്ലൂ ടിൻറ്റഡ് ആഷ്. സോ ദാറ്റ് ഇസ് എ ടെസ്റ്റ് ഫോർ തേർഡ് ഗ്രൂപ്പ്. ടെസ്റ്റുകൾ ഒന്നും കൂടെ പറയാം, പെട്ടെന്ന് നോക്കുക. 0 ഗ്രൂപ്പിൻ്റെ ടെസ്റ്റ് നെസ്ലേസ് റിയേജന്റ് ടെസ്റ്റ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ടെസ്റ്റ്, 2 tests. And observation, brown fumes, smell of ammonia. Then first group is potassium chromate and potassium iodide. Both give yellow precipitate. And what about third group? Is sodium hydroxide test first, that gives gelatinous white precipitate. And the second test, that is ash test. When salt is mixed with, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സോൾട്ടാണ് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത്, സോൾട്ട് സൊല്യൂഷൻ അല്ല. ഈ ഒരു ടെസ്റ്റ് മാത്രം സോൾട്ടാണ്. ഇത് സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കുക. ദ സോൾട്ട് ഈസ് മിക്സ്ഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആൻഡ് കോബാൾട്ട് നൈട്രേറ്റ് സൊല്യൂഷൻ. ബോയിൽ വെൽ ആൻഡ് എ ഫോൾഡഡ് ഫിൽറ്റർ പേപ്പർ ഇസ് ഡിപ്ഡ് ഇൻ ഇറ്റ് ആൻഡ് ബേൺ ടു ആഷ്. ഇത്രയും ടെസ്റ്റുകൾ നമ്മൾ നമ്മളെല്ലാം കഴിഞ്ഞു. എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് എഴുതുന്നത് എന്നുള്ളത് നോക്കുക. ഇതുപോലെ കോളംസ് വരയ്ക്കുക, ഹെഡിങ് കൊടുക്കുക. അനാലിസിസ് സിമ്പിൾ സോൾട്ടിന് ഹെഡിങ് കൊടുക്കുക. 3 കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എക്സ്പെരിമെന്റ്, ഒബ്സർവേഷൻ, ഇൻഫറൻസ് എന്നുള്ള കോളംസ് ഡിവൈഡ് ചെയ്യാം. ദെൻ പ്രിലിമിനറി എക്സ്പെരിമെന്റ്സ് ആദ്യം കൊടുക്കേണ്ടത്. ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? പ്രിലിമിനറി എക്സ്പെരിമെന്റ് ആണ്. ഇതിനകത്ത് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് കളർ ഓഫ് ദി സോൾട്ട് ഇസ് നോട്ടഡ്. എക്സ്പ്ലെയിൻഡ് ആയിട്ട് എഴുതാം. നേരത്തെ നമ്മൾ കളറിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പം നമ്മൾ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻഡ് ആയിട്ട് കൊടുക്കുക. കളർ ഓഫ് ദി സോൾട്ട് ഇസ് നോട്ടഡ്. എന്താണ് ഒബ്സർവേഷൻ? കളർലെസ്. എന്താണ് ഇൻഫറൻസ്? ആബ്സെൻസ് കോപ്പർ, മാംഗനീസ് എക്സെട്ര കൊടുത്തു. ഇതെല്ലാ ടെസ്റ്റിലും ആദ്യം എഴുതേണ്ടതാണ്. ഇതിനകത്ത് യാതൊരു മാറ്റമില്ല. ഓക്കെ. ദെൻ അടുത്ത നമ്മൾ ഹെഡിങ് കൊടുക്കേണ്ടത് എന്താണ്? സിസ്റ്റമാറ്റിക് അനാലിസിസ് ഫോർ ആനിയോൺസ് എന്നുള്ള ഹെഡിങ് കൊടുക്കുക. അതിനകത്ത് ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് കാർബണേറ്റിന്റെ ടെസ്റ്റ് ആണ്. അപ്പം നമുക്ക് കാർബണേറ്റ് ആണ് കിട്ടിയതെങ്കിൽ നമ്മൾ എവിടെ വരെ എഴുതേണ്ട ആവശ്യമുള്ളൂ? നമ്മൾ ആദ്യത്തെ ടെസ്റ്റ് മാത്രമേ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓൺലി ദിസ് മച്ച്. ഇത്ര എഴുതി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സിസ്റ്റമാറ്റിക് അനാലിസിസ് ഫോർ ആനിയോൺസ് എന്ന് കൊടുക്കുക. ഈ ഒരു ടെസ്റ്റ് മാത്രം എഴുതുക. ഇവിടെ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഒറ്റ ടെസ്റ്റ് മാത്രം കൊടുക്കുക. ബ്രിസ്ക് എഫറോസെൻസ്, പ്രസൻസ് ഓഫ് കാർബണേറ്റ് എന്നുള്ളത് കൊടുക്കുക. ഓക്കെ. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ കാർബണേറ്റിലേക്ക് പോവാം. അടുത്ത ഹെഡിങ് നമ്മൾ എഴുതും. കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ കാർബണേറ്റ് എന്നുള്ള ഹെഡിങ് കൊടുത്തു. ഇപ്പം നമ്മൾ ഇത് ഞാൻ അടുത്ത പേജ് ആയതുകൊണ്ടാണ് 3 വീണ്ടും എക്സ്പെരിമെന്റ്, ഒബ്സർവേഷൻ, ഇൻഫറൻസ് എന്നുള്ളത് എഴുതിയത്. അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കോളം വരച്ച് പോയാൽ മതിയാവും. സോ നമ്മളിവിടെ എഴുതേണ്ടത് എന്താണ്? അടുത്ത ഹെഡിങ് കൊടുക്കുക. കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ കാർബണേറ്റ് എന്നുള്ള ഹെഡിങ് കൊടുക്കുക. തൊട്ട് താഴെ നമ്മൾ കാർബണേറ്റിന്റെ ആദ്യത്തെ ടെസ്റ്റ് നേരത്തെ നമ്മൾ പഠിച്ചാണ്. എന്തായിരുന്നു? സോൾട്ട് സൊല്യൂഷൻ പ്ലസ് ലെഡ് അസിറ്റേറ്റ് ആണ്.
എവിടെയുണ്ട്? ടു ദ സോൾട്ട് സൊല്യൂഷൻ ലെഡ് അസറ്റേറ്റ് ഇസ് ആഡഡ്. അപ്പോൾ എന്താണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്? യെസ്, ലെഡ് അസറ്റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ വേർഡ്സിൽ അത് മാറ്റി എഴുതാം. ടു ദ സോൾട്ട് സൊല്യൂഷൻ ലെഡ് അസറ്റേറ്റ് ഇസ് ആഡഡ്. എന്താണ് കിട്ടുന്ന ഒബ്സർവേഷൻ? യെസ്, വൈറ്റ് precipitate is formed which is soluble in dilute HCl. നേരത്തെ ഞാൻ പറയാത്ത ഒരു കാര്യമാണിത്. which is soluble in dilute HCl. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം dilute HCl സോൾബിൾ ആവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ദെൻ പ്രസൻസ് ഓഫ് കാർബണേറ്റ് കൺഫേംഡ്. ഇത് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, വൈറ്റ് precipitate മാത്രമാണെങ്കിലും കുഴപ്പമില്ല. സോ പ്രസൻസ് ഓഫ് കാർബണേറ്റ് കൺഫേംഡ്. നേരത്തെ ഐഡന്റിഫൈഡ് എന്നാണ് എഴുതിയത്, നൗ ഇറ്റ് ഈസ് കൺഫേംഡ്. ഇതിന് താഴെ കൊടുക്കുക ദ ഗിവൺ ആനിയോൺ ഈസ് കാർബണേറ്റ്. ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ട് എഴുതാം, ദ ഗിവൺ ആനിയോൺ ഈസ് കാർബണേറ്റ്. യെസ്, നമ്മൾ കാർബണേറ്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പ് ഏതാന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ സീറോ ഗ്രൂപ്പാണ് ആദ്യമെങ്കിൽ, അതായത് അമോണിയമാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ നമ്മുടെ അനാലിസിസ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. സോ നമുക്ക് ആദ്യത്തെ ടെസ്റ്റ് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, നമ്മൾ ഇവിടെ വരെ എഴുതേണ്ട ആവശ്യമുള്ളൂ. സിസ്റ്റമാറ്റിക് അനാലിസിസ് ഫോർ ദ കാറ്റയോൺ ഓർ ഇന്റർ ഗ്രൂപ്പ് സെപ്പറേഷൻ എന്ന് കൊടുക്കുക. ആദ്യത്തെ ടെസ്റ്റ് എഴുതുക. ടു ലിറ്റിൽ ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ സോഡിയം കാർബണേറ്റ് ഇസ് ആഡഡ്, നോ precipitate. You concentrate on this, no precipitate is formed. Okay, അപ്പോൾ no precipitate is formed എന്നുള്ളത് കൊടുക്കുക. പ്രസൻസ് ഓഫ് സീറോ ഗ്രൂപ്പ് എന്ന് കൊടുക്കുക. അടുത്ത നമ്മൾ ഗ്രൂപ്പ് അനാലിസിസിലേക്കാണ് പോകുന്നത്. അനാലിസിസ് ഓഫ് ഗ്രൂപ്പ് സീറോ കൊടുക്കുക. അതായത് സീറോ ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ അവിടെ വരെ ഒറ്റ ടെസ്റ്റ് എഴുതേണ്ട ആവശ്യമുള്ളൂ. അതിനുശേഷം നമ്മൾ എവിടേക്ക് പോവുക? അനാലിസിസ് ഓഫ് ഗ്രൂപ്പ് സീറോയിലേക്ക് പോവുക. അനാലിസിസ് ഓഫ് ഗ്രൂപ്പ് സീറോയിൽ നമ്മൾ രണ്ട് ടെസ്റ്റുകളാണ് പഠിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? നെസ്ലേസ് റിയേജന്റ് ടെസ്റ്റ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ടെസ്റ്റ്. ആ രണ്ട് ടെസ്റ്റുകളാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് നെസ്ലേസ് റിയേജന്റ് ടെസ്റ്റ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ടെസ്റ്റ്. ഇനി എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്നത്? ടു എ ലിറ്റിൽ ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ നെസ്ലേസ് റിയേജന്റ് ഇസ് ആഡഡ്. ഇവിടെ നമ്മൾ എടുക്കുന്ന ഒരു ഡ്രോപ്പ് സോൾട്ട് സൊല്യൂഷൻ ആണ്, വളരെ മിനിമം എടുക്കാൻ പാടുള്ളൂ. 1 ഡ്രോപ്പ് സോൾട്ട് സൊല്യൂഷൻ എടുക്കുക. ദെൻ നെസ്ലേസ് റിയേജന്റ് ആഡ് ചെയ്യാം. വിൽ ഗെറ്റ് എ ബ്രൗൺ precipitate, that is presence of ammonium identified. സീറോ ഗ്രൂപ്പിലുള്ള അമോണിയം ആണെന്നുള്ള ഐഡന്റിഫൈ ചെയ്തു. രണ്ടാമത്തെ ടെസ്റ്റ് ശ്രദ്ധിക്കുക. ലിറ്റിൽ ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ ഇസ് ബോയിൽഡ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആണ് രണ്ടാമത്തെ ടെസ്റ്റ്. നമുക്കറിയാം സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ ആഡ് ചെയ്തു, ബോയിൽ ചെയ്തു. യു വിൽ ഗെറ്റ് എ സ്മെൽ ഓഫ് അമോണിയ, ദാറ്റ് ഇസ് പ്രസൻസ് ഓഫ് അമോണിയം കൺഫേംഡ്. അപ്പോൾ നമ്മുടെ ഒരു സോൾട്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. ഞാൻ പറഞ്ഞു നമ്മൾ ഏതാണ് നമ്മൾ എടുത്തത്? കാർബണേറ്റ് ആയിരുന്നു. ദെൻ അമോണിയം, കാറ്റയോൺ നമ്മുടെ അമോണിയം ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? ദ റിപ്പോർട്ട് ഈസ് ദ ഗിവൺ സിമ്പിൾ സോൾട്ട് ഈസ് അമോണിയം. യെസ്, അമോണിയം എന്നുള്ളത് കാറ്റയോൺ ആണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ആനിയോൺ കൊടുക്കാം. നമുക്കിവിടെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് യെസ്, ദാറ്റ് ഈസ് അമോണിയം കാർബണേറ്റ്. ഇങ്ങനെയാണ് ഒരു സോൾട്ട് എഴുതുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അതിനകത്ത് വേണ്ടത്? യെസ്, പ്രിലിമിനറി എക്സ്പെരിമെൻ്റ് ആയിട്ട് കളർ കൊടുക്കുക. ദെൻ കാർബണേറ്റിൻ്റെ ടെസ്റ്റ്, ആദ്യത്തെ ടെസ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? കാർബണേറ്റിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇന്റർ ഗ്രൂപ്പ് സെപ്പറേഷൻ ചെയ്തു. ഇന്റർ ഗ്രൂപ്പ് സെപ്പറേഷൻ ചെയ്തപ്പോൾ നമുക്ക് സീറോ ഗ്രൂപ്പാണ്. സോ അനാലിസിസ് ഓഫ് സീറോ ഗ്രൂപ്പ് കൊടുത്തു, 2 ടെസ്റ്റ് കൊടുത്തു. ദെൻ റിപ്പോർട്ട് ദ ഗിവൺ സിമ്പിൾ സോൾട്ട് ഈസ് അമോണിയം കാർബണേറ്റ്. ഇത്ര എഴുതിയാൽ നമുക്ക് ഒരു സോൾട്ട് കംപ്ലീറ്റ് ആയി. ഇനി സോൾട്ട് അനാലിസിസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആനിയോൺ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഏത് ആനിയോൺ ആണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുമ്പോൾ കാർബണേറ്റ് ആണോ, ക്ലോറൈഡ് ആണോ, നൈട്രേറ്റ് ആണോ, ആനിയോൺ ഐഡന്റിഫൈ ചെയ്യുന്നതിനാണ് നമുക്ക് 4 മാർക്സ് ഉള്ളത്. അതിൻ്റെ ഒരു ടെസ്റ്റിന് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, ആ ടെസ്റ്റിനാണ് നമുക്ക് 4 മാർക്സ് ഉള്ളത്. ദെൻ അത് കൺഫേം ചെയ്യുന്നതിന് കൺഫർമേറ്ററി ടെസ്റ്റ്, ക്ലോറൈഡ് ആണെങ്കിൽ ക്ലോറൈഡിനെ കൺഫേം ചെയ്യാൻ ഒരു ടെസ്റ്റ്, നൈട്രേറ്റ് കൺഫേം ചെയ്യാൻ ഒരു ടെസ്റ്റ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണോ നിങ്ങൾക്ക് കിട്ടുന്ന സോൾട്ട് അതിനകത്തെ ആനിയോണിൻ്റെ ഒരു കൺഫർമേഷൻ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. കറക്റ്റായിട്ട് എഴുതണം, റിയേജൻസും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വരണം. ദെൻ കാറ്റയോൺസിൻ്റെ ഗ്രൂപ്പ് ഐഡൻറ്റിഫിക്കേഷന് നിങ്ങൾക്ക് 2 മാർക്കാണുള്ളത്. ആ ടെസ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. നമുക്ക് 3 ആകെ പഠിക്കാനുള്ള സീറോ ഗ്രൂപ്പ് ഫസ്റ്റ് ആൻഡ് തേർഡ്. ഇതിലൊരു ടെസ്റ്റ് പഠിച്ചാൽ നിങ്ങൾക്ക് 2 മാർക്ക് ഉറപ്പായി. ദെൻ കാറ്റയോൺസിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, ഏത് കാറ്റയോൺ ആണ്, സീറോ ഗ്രൂപ്പിലാണെങ്കിൽ അമോണിയം ആണ് അതിൻ്റെ ടെസ്റ്റ്. അതുപോലെ ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ ലെഡ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ടെസ്റ്റ്. ദെൻ തേർഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അലുമിനിയം ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ടെസ്റ്റ്. അതിന് നമുക്ക് 3 മാർക്കാണ്. ദെൻ കാറ്റയോണിൻ്റെ കൺഫർമേഷൻ, അതായത് ഏത് കാറ്റയോൺ ആണ്, ലെഡ് ആണെങ്കിൽ ലെഡിൻ്റെ ഒരു കൺഫർമേഷൻ ടെസ്റ്റ് ഉണ്ട്. കൺഫേംഡ് എന്നുള്ള ആ ടെസ്റ്റ് എഴുതുന്നതിനാണ് നമുക്ക് 3 മാർക്ക് കിട്ടുന്നത്. സോ ടോട്ടലി നമുക്ക് ആനിയോൺസിന് 2 ടെസ്റ്റിനും കൂടി 8 മാർക്ക്, കാറ്റയോൺസിന് ഈ 3 ടെസ്റ്റിനും കൂടി നമുക്ക് 8 മാർക്ക്. സോ ടോട്ടലി നമുക്ക്
16 മാർക്സ് ആണ് സോൾട്ട് അനാലിസിസിനുള്ളത്. ടോട്ടൽ മാർക്സ് എത്രയാണ്? 16 മാർക്സ് ആണ് നിങ്ങൾക്ക് സോൾട്ട് അനാലിസിസിന് കിട്ടുന്നത്. നമുക്കിനി കിട്ടിയിരിക്കുന്നത് ലെഡ് അസറ്റേറ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ സോൾട്ട് എഴുതുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് എക്സാമിന് കിട്ടിയിരിക്കുന്ന ലെഡ് അസറ്റേറ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ സോൾട്ട് എഴുതുന്നത്? നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? നമ്മൾ ഇതുപോലെ തന്നെ കോളംസ് വരയ്ക്കുക, അനാലിസിസ് ഓഫ് സിമ്പിൾ സോൾട്ട് കൊടുക്കുക, പ്രിലിമിനറി എക്സ്പെരിമെന്റ്സ് ഹെഡിങ് കൊടുക്കുക, കളർ നോട്ട് ചെയ്യുക, കളർലെസ് എഴുതുക, ആബ്സെൻസ് ഓഫ് കോപ്പർ ആൻഡ് മാംഗനീസ് കൊടുക്കുക. ഇതെല്ലാം പഴയതുപോലെ തന്നെ. then അടുത്ത ടെസ്റ്റ് ഏതാണ് ചെയ്യേണ്ടത്? ലെഡ് അസറ്റേറ്റ് ആണ്. ആദ്യത്തെ ടെസ്റ്റ് ഏതാണ്? ദാറ്റ് ഈസ് ഫോർ കാർബണേറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം? യു ഹാവ് ടു റൈറ്റ് ഹിയർ നോ ബ്രിസ്ക് എഫ്ലൂറസെൻസ്. നോ ബ്രിസ്ക് എഫ്ലൂറസെൻസ് എന്ന് കൊടുക്കുക. ഇവിടെ പ്രസൻസ് ഓഫ് കാർബണേറ്റ് എന്നുള്ളത് നമ്മൾ മാറ്റിയിട്ട് എന്ത് ചെയ്യാം? യെസ്, യു ഹാവ് ടു റൈറ്റ് ദെയർ ആബ്സെൻസ് ഓഫ് കാർബണേറ്റ് എന്നാക്കുക. അപ്പൊ നമ്മുടെ ടെസ്റ്റ് ഇതാണ്, ആബ്സെൻസ് ഓഫ് കാർബണേറ്റ് എന്നാക്കി. ദെൻ നമ്മൾ രണ്ടാമത്തെ ടെസ്റ്റും കൂടി ഇവിടെ ചെയ്യണം. എങ്ങനെ എഴുതുക? ലിറ്റിൽ ഓഫ് ദി സോൾട്ട് ഈസ് റബ്ഡ് വിത്ത് ഡൈല്യൂട്ട് H2SO4. നമ്മുടെ അസ്റ്റേറ്റ് ആണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ടെസ്റ്റ് ഇതാണ്, സോൾട്ട് ഈസ് റബ്ഡ് വിത്ത് ഡൈല്യൂട്ട് H2SO4 ആണ്. സോ ഈ ഒരു ടെസ്റ്റും കൂടെ നമ്മൾ ചെയ്യണം. എന്താണ് ഒബ്സർവേഷൻ? സ്മെൽ ഓഫ് വിനെഗർ നമ്മൾ ഓൾറെഡി പഠിച്ചാണ്, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പഠിച്ചില്ല എന്നുള്ളൂ. ദെൻ പ്രസൻസ് ഓഫ് അസറ്റേറ്റ് ഐഡന്റിഫൈഡ് എന്ന് കൊടുക്കുക. ഈ ഒരു ടെസ്റ്റിനാണ് നമുക്ക് 4 മാർക്ക് കിട്ടുന്നത്. സോ ഈ ഇത്രയും ടെസ്റ്റ് എഴുതിയാൽ നമുക്ക് 4 മാർക്ക് ഉറപ്പായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? യെസ്, നമുക്കിത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നേരെ നമ്മൾ ഇതിന്റെ കൺഫർമേറ്ററി ടെസ്റ്റിലേക്കാണ് പോകുന്നത്. ഹെഡിങ് കൊടുക്കുക, കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ അസറ്റേറ്റ് എന്ന് കൊടുക്കുക. നേരത്തെ നമ്മൾ ചെയ്ത കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ കാർബണേറ്റ് ആയിരുന്നു. നൗ കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ അസറ്റേറ്റ് എന്ന് കൊടുക്കുക. ഒറ്റ ടെസ്റ്റ് അവിടെ എഴുതേണ്ട ആവശ്യമുള്ളൂ, സോൾട്ട് സൊല്യൂഷൻ പ്ലസ് ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ്. സോ യു എക്സ്പ്ലെയിൻ ഇൻ ദിസ് വേ. To the little of the salt solution, neutral ferric chloride is added എന്ന് കൊടുക്കുക. ബ്രൗൺ precipitate, presence of acetate confirmed എന്ന് എഴുതുക. The given anion is acetate. ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് 8 മാർക്ക് ഉറപ്പായി. സോ ആനിയോൺസിന്റെ ഐഡന്റിഫിക്കേഷന് കൺഫർമേഷന് കഴിയാൻ നമുക്ക് 8 മാർക്ക് ഉറപ്പായി. അപ്പൊ നമ്മൾ ഇതുവരെയാണ് എഴുതേണ്ടത്. ഇനി നമ്മൾ സിസ്റ്റമാറ്റിക് അനാലിസിസ് ഫോർ ദ ഇന്റർഗ്രൂപ്പ് ഓർ ദ കാറ്റയോൺ ആൻഡ് ഇന്റർഗ്രൂപ്പ് സെപ്പറേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സോൾട്ട് ലെഡ് അസറ്റേറ്റ് ആണ്. അത് ഏത് ഗ്രൂപ്പിലാണ്? ദാറ്റ് ഈസ് ഓൺ ദ ഫസ്റ്റ് ഗ്രൂപ്പ് ആണ്, ഇൻ ദ ഫസ്റ്റ് ഗ്രൂപ്പ് ആണ്. സോ നമ്മൾ 0 ഗ്രൂപ്പ് മാത്രം ചെയ്താൽ പോരെ, ഫസ്റ്റ് ഗ്രൂപ്പും കൂടെ ചെയ്യണം. അപ്പൊ നമ്മൾ 0 ഗ്രൂപ്പിന്റെ എങ്ങനെ എഴുതും എന്നുള്ളത് നോക്കാം. ആദ്യം ടു ലിറ്റിൽ ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ സോഡിയം കാർബണേറ്റ് ഈസ് ആഡഡ് എന്ന് കൊടുക്കാം. നമ്മൾ നേരത്തെ എഴുതിയത് ഇതായിരുന്നു, സോഡിയം കാർബണേറ്റ് എന്ന് എഴുതാം. സോ നോ നീഡ് ടു ആഡ് ദിസ്. ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല എഴുതേണ്ടത്. യു ഹാവ് ടു റൈറ്റ് ദെയർ ഈസ് എ precipitate is formed. എ precipitate എന്നുള്ളത് കാണിക്കാം. ദെൻ ആബ്സെൻസ് ഓഫ് 0 ഗ്രൂപ്പ്. ഈ ഒരു ഒബ്സർവേഷൻ ആൻഡ് ഇൻഫറൻസ് ആണ് അവിടെ കൊടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. യെസ്, നമ്മൾ ഈ ടെസ്റ്റ് കൊടുക്കുക. ദെൻ അതിൻ്റെ കൂടെ എ precipitate is formed എന്ന് കാണിക്കുക. ദെൻ ആബ്സെൻസ് ഓഫ് 0 ഗ്രൂപ്പ് എന്ന് കൊടുക്കുക. ഓക്കെ, അത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത ടെസ്റ്റിലേക്ക് പോവാം. അടുത്ത രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ടു ലിറ്റിൽ ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ ഡൈല്യൂട്ട് HCl is added. അതാണ് നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ യു വിൽ ഗെറ്റ് എ ഹെവി വൈറ്റ് precipitate. ഇവിടെ കാണിച്ചിട്ടുണ്ട്, യു വിൽ ഗെറ്റ് എ ഹെവി വൈറ്റ് precipitate. ദെൻ പ്രസൻസ് ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ്, അവിടെ വരെയാണ് നമ്മൾ ഈ ടെസ്റ്റ് എഴുതേണ്ടത്. അപ്പം നമ്മൾ ഇവിടെ വരെ എഴുതിയാൽ മതിയാവും. നമുക്ക് 2 ടെസ്റ്റുകളെ ഇവിടെ ആവശ്യമുള്ളൂ. ഈ 2 ടെസ്റ്റുകൾ മാത്രം നമ്മളിവിടെ കൊടുക്കാം. ഓക്കെ, അപ്പൊ ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? സോഡിയം കാർബണേറ്റ് ടെസ്റ്റ് ആൻഡ് ഡൈല്യൂട്ട് HCl ടെസ്റ്റ്. ഈ 2 ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ പ്രസൻസ് ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ് എന്നുള്ളത് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഗ്രൂപ്പിന്റെ അനാലിസിസിലേക്ക് പോവുക. ഫസ്റ്റ് ഗ്രൂപ്പിന്റെ അനാലിസിസ് ഹെഡിങ് വീണ്ടും കൊടുക്കുക. അനാലിസിസ് ഓഫ് ഗ്രൂപ്പ് 1 ഹെഡിങ് കൊടുക്കുക. നേരത്തെ നമ്മൾ അനാലിസിസ് ഓഫ് 0 ഗ്രൂപ്പ് എന്ന് കൊടുത്ത് ഇപ്പോൾ അനാലിസിസ് ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ആദ്യത്തെ ടെസ്റ്റ്, ഫസ്റ്റ് ഗ്രൂപ്പിന്റെ 2 ടെസ്റ്റുകളാണുള്ളത്. ഏതൊക്കെയാണ്? സോൾട്ട് സൊല്യൂഷൻ പ്ലസ് പൊട്ടാഷ്യം ക്രോമേറ്റ് ആൻഡ് സോൾട്ട് സൊല്യൂഷൻ പ്ലസ് പൊട്ടാഷ്യം അയോഡൈഡ്. ഹൗ യു എക്സ്പ്ലെയിൻ ദാറ്റ്? ടു എ ലിറ്റിൽ ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ പൊട്ടാഷ്യം ക്രോമേറ്റ് ഈസ് ആഡഡ് എന്ന് കൊടുക്കുക. യെല്ലോ precipitate, പ്രസൻസ് ഓഫ് ലെഡ് ഐഡന്റിഫൈഡ്. നമുക്ക് 3 മാർക്കും കൂടെ കിട്ടി. ദെൻ എ ലിറ്റിൽ ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ ഈസ് ആഡഡ് ടു എ ലിറ്റിൽ ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ പൊട്ടാഷ്യം അയോഡൈഡ് ഈസ് ആഡഡ്. Then yellow precipitate is formed. So here this yellow precipitate which is soluble in hot water and reappear as golden spangles. അതും കൂടി ആഡ് ചെയ്യുക. അവിടെ ഈ സെന്റൻസും കൂടി ഇവിടെ ആഡ് ചെയ്യുക. യെല്ലോ precipitate soluble in hot water and reappear as golden spangles എന്നുള്ളതും കൂടെ ഇവിടെ കൊടുക്കാം. Then here
ഇൻഫറൻസ് കോളത്തിൽ എന്താണ് എഴുതേണ്ടത്? എസ് പ്രസൻസ് ഓഫ് ലെഡ് കൺഫേംഡ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ അത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെ കൊടുക്കാം ദ ഗിവൺ കാറ്റോൺ ഈസ് ലെഡ് അയോൺ. കാറ്റോൺ ഏതാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തു, അത് കൺഫേം ചെയ്തു. ഇത്രയും കൊടുത്താൽ നമ്മൾ വീണ്ടും നമുക്ക് 3 മാർക്കും കൂടിയായി. ടോട്ടൽ നമുക്ക് 8 മാർക്ക് കാറ്റോൺസിന്. സോ ലാസ്റ്റ് നമ്മൾ റിപ്പോർട്ട് മസ്റ്റ് ആയിട്ട് എഴുതണം. എന്താണ് റിപ്പോർട്ട്? ദ ഗിവൺ സിമ്പിൾ സോൾട്ട് ഈസ് ലെഡ്. ഏതാണ് നമ്മുടെ ആനിയോൺ? ഏതാണ്? യെസ്, നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എഴുതാം. ദാറ്റ് ഇസ് അസറ്റേറ്റ് ആണ്. സോ നമ്മളിപ്പോൾ 2 സോൾട്ടുകളാണ് ഇവിടെ നോക്കിയത്. എങ്ങനെയാണ് അതിന്റെ ഫൈനൽ എക്സാമിന് നമ്മൾ എങ്ങനെയാണ് ഫൈനലി പ്രസന്റ് ചെയ്യേണ്ടതെന്നാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്നത് അലുമിനിയം നൈട്രേറ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിന് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അലുമിനിയം നൈട്രേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നൈട്രേറ്റ് നമുക്കറിയാം 4ാമത്തെ ആനിയോൺ ആണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ 4 ടെസ്റ്റുകൾ അവിടെ ചെയ്യേണ്ടി വരും. ആദ്യത്തെ ഇതുപോലെ തന്നെ കൊടുക്കുക, അനാലിസിസ് ഓഫ് സിമ്പിൾ സോൾട്ട് കൊടുക്കുക, പ്രിലിമിനറി എക്സ്പെരിമെന്റ് കൊടുക്കുക, അതിനുശേഷം സിസ്റ്റമാറ്റിക് അനാലിസിസ് ഫോർ ദ ആനിയോൺസ് കൊടുക്കുക, ആദ്യത്തെ ടെസ്റ്റ് കൊടുക്കുക, that is dilute HCl, then second test dilute H2SO4 കൊടുക്കുക, സ്മെൽ ഓഫ് വിനെഗർ. ഇവിടെയെല്ലാം നമ്മൾ സ്മെൽ ഓഫ് വിനെഗർ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് കൊടുക്കണം? നോ സ്മെൽ ഓഫ് വിനെഗർ എന്ന് ഇവിടെ ആഡ് ചെയ്യണം. ടു ആഡ് നോ സ്മെൽ ഓഫ് വിനെഗർ. പ്രസൻസ് എന്നുള്ളത് മാറ്റിയിട്ട് എന്ത് കൊടുക്കണം? യെസ്, യു ഹാവ് ടു ആഡ് ആബ്സെൻസ് ഓഫ് ആബ്സെൻസ് ഓഫ് അസറ്റേറ്റ് എന്ന് കൊടുക്കുക. അപ്പൊ നമ്മളിവിടെ എല്ലാം ആബ്സെന്റ് ആണ്. ആബ്സെൻസ് ഓഫ് കോപ്പർ, ആബ്സെൻസ് ഓഫ് കാർബണേറ്റ്, ദെൻ ആബ്സെൻസ് ഓഫ് അസറ്റേറ്റ് കൊടുത്തു. അടുത്ത 3ാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ടെസ്റ്റ് ഫോർ ക്ലോറൈഡ് ആണ്. അപ്പൊ നമുക്കിവിടെ ക്ലോറൈഡും ഇല്ല, നമുക്ക് നൈട്രേറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ക്ലോറൈഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യണം. ക്ലോറൈഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വെച്ചാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. നമുക്ക് കിട്ടുന്ന എന്താണോ അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ബട്ട് നമുക്കിപ്പോൾ തന്നിരിക്കുന്ന നൈട്രേറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, നമ്മളിവിടെ 3rd ടെസ്റ്റും കൂടെ കൊടുക്കണം. 12 ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഈസ് ആഡഡ് എന്ന് കൊടുക്കുക. ദെൻ ഇത്രയും എഴുതണ്ട. നമുക്ക് ക്ലോറൈഡ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട? ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ഇതൊന്നും ആവശ്യമില്ല, ഇതും ആവശ്യമില്ല. നമ്മൾ ഏതാണ് കൊടുക്കേണ്ടത്? യെസ്, നമ്മളിവിടെ കൊടുക്കേണ്ടത് ഇതാണ്. നോ ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ, ആബ്സെൻസ് ഓഫ് ക്ലോറൈഡ് എന്ന് കാണിക്കാം. അപ്പം നമുക്കിന്ന് ഇവിടെ കിട്ടുന്നത് നൈട്രേറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇത് ക്യാൻസൽ ചെയ്യുക. നമ്മൾ എന്ത് നോ ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ കൊടുക്കുക, ആബ്സെൻസ് ഓഫ് ക്ലോറൈഡ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പൊ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? യെസ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ 4ാമത്തെ ടെസ്റ്റിലേക്ക് പോവുകയാണ്. എന്താണ് 4ാമത്തെ ടെസ്റ്റ്? യെസ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഈസ് ആഡഡ് ടു എ ലിറ്റിൽ ഓഫ് ദി സോൾട്ട്, ഹീറ്റ് ഇറ്റ്, ദെൻ ആഡ് എ പേപ്പർ ബോൾ. A little of the salt is heated with concentrated sulfuric acid and paper ball is added. So you will get a brown fumes, presence of nitrate. അപ്പൊ ഇത്രയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇത്രയും ചെയ്താൽ നമുക്കിപ്പോൾ എന്തായി? ആനിയോൺ ഏതാന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. നമ്മൾ 4 ടെസ്റ്റുകളും എഴുതി, 3 ടെസ്റ്റുകൾ ആബ്സെന്റ് എന്ന് കാണിക്കുക. ദെൻ 4ാമത്തെ ടെസ്റ്റ് നമുക്ക് പ്രസന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? യെസ്, നൈട്രേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നൈട്രേറ്റിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യണം. എന്താണ് നൈട്രേറ്റിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ്? നമുക്ക് ഒരു ടെസ്റ്റിന്റെ ആവശ്യമുള്ളൂ. ബ്രൗൺ റിംഗ് ടെസ്റ്റ് ആണ് നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. മിക്സ് ഈക്വൽ വോളിയൂംസ് ഓഫ് സോൾട്ട് സൊല്യൂഷൻ ആൻഡ് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ്. നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചപ്പോൾ ഇത്രേ പഠിച്ചിട്ടുള്ളൂ. സോൾട്ട് സൊല്യൂഷൻ ആൻഡ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ, ദെൻ കോൺസെൻട്രേറ്റഡ് H2SO4. 3 റിയേജൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. സോൾട്ട് സൊല്യൂഷൻ, ferrous sulfate solution and concentrated sulfuric acid. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മിക്സ് ഈക്വൽ വോളിയൂംസ് ഓഫ് സോൾട്ട് സൊല്യൂഷൻ ആൻഡ് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ്. Then concentrated sulfuric acid is added along the sides of the test tube. Then you will get a brown ring between the layers of the liquid, and that indicate the presence of nitrate. So nitrate is confirmed. ഇത്രയും ചെയ്താൽ നമുക്ക് 8 മാർക്ക് ഉറപ്പായി. നൈട്രേറ്റ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ടെസ്റ്റ്, നൈട്രേറ്റ് കൺഫേം ചെയ്യാനുള്ള ഒരു ടെസ്റ്റ്. സോ യു ക്യാൻ റൈറ്റ് ഹിയർ ദ ഗിവൺ ആനിയോൺ ഈസ് നൈട്രേറ്റ്. അപ്പൊ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? നമ്മൾ ആനിയോൺസിന്റെ പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? കാറ്റയോൺ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. സിസ്റ്റമാറ്റിക് അനാലിസിസ് ഫോർ ദ കാറ്റയോൺസിലേക്ക് വീണ്ടും പോവുക. ഹെഡിങ് കൊടുക്കുക, സിസ്റ്റമാറ്റിക് അനാലിസിസ് ഫോർ കാറ്റയോൺസ് എന്നുള്ള ഹെഡിങ് കൊടുക്കുക. യെസ്, നമുക്കിവിടെ ആദ്യത്തെ ടെസ്റ്റ് എന്താണ്? സീറോ ഗ്രൂപ്പിന്റെ ടെസ്റ്റ് ആണ്. നമ്മൾ എന്തിവിടെ കാണിക്കണം? പ്രസൻസ് എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് കാണിക്കണം? ആബ്സെൻസ് ഓഫ് സീറോ ഗ്രൂപ്പ്. ഇതാണ് നമ്മൾ കൊടുക്കേണ്ടത്. എ precipitate is formed, then absence of zero group എന്ന് കൊടുക്കുക. ഓക്കെ, then രണ്ടാമത്തെ ടെസ്റ്റ്, to a little of the salt solution dilute HCl is added, no precipitate is formed, absence of first group.
അതാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. സോ എ precipitate is formed, absence of zero ഗ്രൂപ്പ് കൊടുക്കുക, absence of first ഗ്രൂപ്പ് കൊടുക്കുക. ദെൻ മൂന്നാമത്തെ ടെസ്റ്റ്, to a little of the salt solution dilute HCl and H2S gas is passed, no characteristic reaction, ഇതേപടി കൊടുക്കുക, absence of second group. ഈ ഒരു സ്റ്റേജ് നമ്മൾ കൊടുത്തില്ലേലും കുഴപ്പമില്ല, ചില ടീച്ചേഴ്സൊക്കെ അത് കൊടുക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വരുന്ന എക്സാമിനർ എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യുക. ഓക്കെ, ഈ ടെസ്റ്റ് എഴുതിയില്ലേലും കുഴപ്പമില്ല, ഫോർ ദിസ് ടൈം ഓൺലി. ദെൻ നാലാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് അത് തേർഡ് ഗ്രൂപ്പിലെ അലുമിനിയത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന അലുമിനിയം നൈട്രേറ്റ് ആണ്. സോ നമ്മൾ ഫോർത്ത് എക്സ്പെരിമെന്റ് കൊടുക്കുക, ടു എ ലിറ്റിൽ ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ അമോണിയം ക്ലോറൈഡ് ആൻഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആർ ആഡഡ്. So ammonium chloride in solid form or ammonium chloride in excess. So you will get a gelatinous white precipitate, presence of third group identified. So group identify നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടി. ദെൻ തേർഡ് ഗ്രൂപ്പിന്റെ അനാലിസിസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. തേർഡ് ഗ്രൂപ്പിന്റെ അനാലിസിസിലേക്ക് പോവാം. അനാലിസിസ് ഓഫ് ഗ്രൂപ്പ് 3 കൊടുക്കുക. യെസ്, ദെൻ ടു എ ലിറ്റിൽ ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ഇസ് ആഡ്. 2 ടെസ്റ്റ് ആണുള്ളത്, സോഡിയം ഹൈഡ്രോക്സൈഡ് ടെസ്റ്റ് ആൻഡ് ആഷ് ടെസ്റ്റ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്നു, വൈറ്റ് ജെലാറ്റിനസ് precipitate which is soluble in excess sodium hydroxide ആണ്. Then presence of aluminum identified. Again 3 marks. വീണ്ടും നിങ്ങൾക്ക് 3 marks കിട്ടി. Then ആഷ് ടെസ്റ്റ് ആണ് അടുത്തത്. ആഷ് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? റിയേജൻസ് ഓർത്തിരിക്കുക. ഏതൊക്കെയാണ് നമ്മുടെ റിയേജൻസ്? യെസ്, റിമെമ്പർ ദ റിയേജൻസ് ഹിയർ. സോൾട്ട്, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആൻഡ് കോബാൾട്ട് നൈട്രേറ്റ്. 3 റിയേജൻസ് ആണ്. സോൾട്ട്, cobalt nitrate and concentrated nitric acid. So how will you perform the experiment? A salt is boiled with the concentrated nitric acid and cobalt nitrate solution. Then a folded filter paper is dipped in it and burned to ash. You will get a blue tinted ash. എന്തെഴുതണം? യെസ്, നമുക്ക് താഴെ കൊടുക്കാം. The given cation is aluminum എന്ന് കൊടുക്കാം. സോ ലാസ്റ്റ്ലി റിപ്പോർട്ട്. കാറ്റയോണും കൂടെ ഐഡന്റിഫൈ ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷമാണ് നമ്മൾ റിപ്പോർട്ട് കൊടുക്കേണ്ടത്. സോ ദ ഗിവൺ സിമ്പിൾ സോൾട്ട് ഈസ് അലുമിനിയം. ഇതായിരുന്നു നമ്മുടെ ആനയോൺ. ഫസ്റ്റ് നമ്മൾ കാറ്റയോണും ദെൻ ആനയോണുമാണ് കൊടുക്കുന്നത്. സോ ദാറ്റ് ഇസ് അലുമിനിയം നൈട്രേറ്റ്. സോ ഈ രീതിയിൽ നമുക്ക് ഏത് കോമ്പിനേഷൻ കിട്ടിയാലും എഴുതാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചിട്ടുള്ളത്. ഇനി ഏതൊക്കെയാണ് നമ്മുടെ പോസിബിൾ കോമ്പിനേഷൻസ് നോക്കാം. സീറോ ഗ്രൂപ്പിൽ നിന്നുള്ള അമോണിയം വെച്ച് നമുക്ക് 4 പോസിബിൾ കോമ്പിനേഷൻസ് ഉണ്ട്. അമോണിയം കാർബണേറ്റ് ഇസ് ദെയർ, അമോണിയം അസറ്റേറ്റ്, അമോണിയം ക്ലോറൈഡ് ഓർ അമോണിയം നൈട്രേറ്റ്. ഏത് കിട്ടിയാലും നമുക്കിപ്പോൾ എഴുതാൻ സാധിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കാർബണേറ്റ് ആണെങ്കിൽ നമ്മുടെ ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. കാർബണേറ്റ് ആണെങ്കിൽ നമുക്ക് ഒറ്റ ടെസ്റ്റ് ആവശ്യമുള്ളൂ, അമോണിയത്തിന്റെ ഒരു ടെസ്റ്റും. അതോടൊപ്പം 2 കൺഫർമേറ്ററി ടെസ്റ്റുകളും എഴുതിയാൽ നമുക്ക് അമോണിയം കാർബണേറ്റ് ആയി. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. then അമോണിയം അസറ്റേറ്റ് ആണെങ്കിൽ എങ്ങനെ എഴുതും? യെസ്, നമ്മൾ ആദ്യത്തെ കാർബണേറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ടെസ്റ്റും കൂടെ എഴുതുക, അസറ്റേറ്റ് പ്രസന്റ് ആണെന്ന് കാണിക്കാം. അതിനുശേഷം അമോണിയം വരെയുള്ള ടെസ്റ്റുകൾ നമ്മൾ എഴുതുക. നമുക്ക് അമോണിയം അസറ്റേറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡ് ആണെങ്കിൽ എങ്ങനെ ചെയ്യും? യെസ്, നമുക്ക് ആദ്യത്തെ 3 ടെസ്റ്റുകൾ, കാർബണേറ്റിന്റെ ടെസ്റ്റ്, ദെൻ അസറ്റേറ്റിന്റെ ടെസ്റ്റ്, ദെൻ ക്ലോറൈഡിന്റെ ടെസ്റ്റ് കൊടുക്കുക. സോ ക്ലോറൈഡ് ഐഡന്റിഫൈ ചെയ്യുക, ക്ലോറൈഡ് കൺഫേം ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് ചെയ്യുക. ദെൻ സീറോ ഗ്രൂപ്പിലെ അമോണിയം ഐഡന്റിഫൈ ചെയ്യുക, കൺഫേം ചെയ്യാം. ഇത്രയും ചെയ്താൽ നമുക്ക് 16 മാർക്കായി. ദെൻ അമോണിയം നൈട്രേറ്റ് ആണെങ്കിൽ എങ്ങനെ, കോമ്പിനേഷൻ ആണെങ്കിൽ എങ്ങനെ എഴുതും? യെസ്, നമ്മൾ ആദ്യത്തെ 4 ടെസ്റ്റുകളും ചെയ്യാം. കാർബണേറ്റ്, അസറ്റേറ്റ്, ക്ലോറൈഡ്, നൈട്രേറ്റ് ചെയ്യാം. ആദ്യത്തെ 3 ടെസ്റ്റുകൾ ആബ്സെന്റ് ആണെന്ന് കാണിക്കുക, ദെൻ നൈട്രേറ്റ് പ്രസന്റ് ആണെന്ന് കാണിക്കുക. ദെൻ അമോണിയത്തിന്റെ സീറോ ഗ്രൂപ്പിന്റെ ഐഡന്റിഫിക്കേഷൻ, ദെൻ അമോണിയം അത് ഐഡന്റിഫൈ ചെയ്യുന്ന ടെസ്റ്റ്, അമോണിയം കൺഫേം ചെയ്യുന്ന ടെസ്റ്റ്. ഇത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 മാർക്കായി അവിടെ. സോ ടോട്ടലി നമുക്ക് 16 മാർക്ക് കിട്ടും. സോ ഇത്രയും 4 കോമ്പിനേഷൻസ് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ദെൻ ഇഫ് ഇറ്റ് ഈസ് ലെഡ് അസറ്റേറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇഫ് ഇറ്റ് ഈസ് ലെഡ് നൈട്രേറ്റ് ഹൗ വിൽ എക്സ്പ്ലെയിൻ? അപ്പോൾ പല കോമ്പിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ലെഡിന് 2 കോമ്പിനേഷൻസേ കൊടുത്തിട്ടുള്ളൂ. കാരണം ബാക്കിയെല്ലാം വാട്ടർ ഇൻസോലുബിൾ ആണ്. ലെഡ് കാർബണേറ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് ഇൻസോലുബിൾ ആണ്, അതുകൊണ്ടാണ് ഇത് കൊടുക്കാത്തത്. അതുപോലെ ലെഡ് ക്ലോറൈഡ് അതും സംബട്ട് ഇൻസോലുബിൾ ആണ്, അപ്പം അതുകൊണ്ടാണ് അത് കൊടുക്കാത്തത്. നമുക്ക് സോലുബിൾ ആയിട്ടുള്ള സോൾട്ടുകൾ മാത്രമാണ് നമ്മുടെ ഇത്രാമത്തെ എക്സ്പെരിമെന്റിനുള്ളൂ. സോ ലെഡ് അസറ്റേറ്റ് ആണെങ്കിൽ എങ്ങനെ എഴുതുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ലെഡ് നൈട്രേറ്റ് ആണെങ്കിൽ എങ്ങനെയാണ് എഴുതുക? യെസ്, നമ്മൾ നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ 4ാമത്തെ ആനിയോൺ ആണ്. സോ 4 ടെസ്റ്റുകൾ കൊടുക്കാം. കാർബണേറ്റ് ആബ്സെന്റ്, അസറ്റേറ്റ് ആബ്സെന്റ്, ക്ലോറൈഡ് ആബ്സെന്റ്, നൈട്രേറ്റ് പ്രസന്റ്. അതിനുശേഷം നൈട്രേറ്റിന്റെ കൺഫർമേഷൻ ടെസ്റ്റ് കൊടുക്കുക.
യെസ്. അതിനുശേഷം 0 ഗ്രൂപ്പ് ചെയ്യുക, ആബ്സെന്റ് കാണിക്കുക, ഫസ്റ്റ് ഗ്രൂപ്പ് ചെയ്യുക, പ്രസന്റ് കാണിക്കുക, കൺഫർമേഷൻ ചെയ്യുക. ഓക്കെ. ദെൻ അലുമിനിയം അസറ്റേറ്റ്. അലുമിനിയത്തിന് 3 പോസിബിൾ കോമ്പിനേഷൻസ് ആണ്. അലുമിനിയം അസറ്റേറ്റ്, അലുമിനിയം ക്ലോറൈഡ് ആൻഡ് അലുമിനിയം നൈട്രേറ്റ്. അസ്റ്റേറ്റ് ആണ് ഇങ്ങനെ എഴുതേണ്ടത്. അസ്റ്റേറ്റ് വരെ എഴുതുക. ദെൻ അലുമിനിയത്തിന്റെ ലാസ്റ്റ് ഗ്രൂപ്പാണ് നമുക്ക് അലുമിനിയം, തേർഡ് ഗ്രൂപ്പാണ്. സോ അതുവരെയുള്ളത് ചെയ്യുക. ക്ലോറൈഡ് ആണെങ്കിൽ ക്ലോറൈഡിന്റെ വരെ ചെയ്യുക, അതായത് 3ാമത്തെ ടെസ്റ്റ് വരെ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് പോവുക, അലുമിനിയത്തിലേക്ക് പോവുക. 0 ചെയ്യുക, ആബ്സെന്റ് കാണിക്കുക, ഫസ്റ്റ് ആബ്സെന്റ്, ദെൻ സെക്കൻഡ് ആബ്സെന്റ്, തേർഡ് പ്രസന്റ് കാണിക്കുക. ഓക്കെ. ദെൻ അലുമിനിയം നൈട്രേറ്റ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യും. എഗെയിൻ നമുക്ക് 4 ടെസ്റ്റുകൾ ആദ്യത്തെ കാണിക്കണം, നൈട്രേറ്റ് കൺഫേം ചെയ്യുക, ദെൻ അലുമിനിയം വരെ ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഏത് കോമ്പിനേഷൻസ് കിട്ടിയാലും ചെയ്യാം. അപ്പം നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് ഒരു 4 എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ടുണ്ടാവും. അതിൽ 3 എണ്ണം അമോണിയം, ലെഡ് ആൻഡ് അലുമിനിയം വെച്ചിട്ടുള്ള കോമ്പിനേഷൻസ് കാണും. അതിൽ ഏതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അത് പഠിക്കുക. സോ ഫൈനൽ ടച്ച് അനാലിസിസ് ഓഫ് സിമ്പിൾ സോൾട്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കളർ നോട്ട് ചെയ്യാം. Then if it contain carbonate only, you stop it here. ഇവിടെ വരെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. But if it contain acetate, this much. If it contain chloride, 3 tests only. If it contain 4th anion, that is nitrate, do all the test. Then confirmatory test. If it is carbonate, you write only this one, carbonate. If it is acetate, you write only this one. If it is chloride, only this one. And if it is nitrate, only this one. അപ്പോൾ നമ്മൾ അവിടെ അപ്പുറത്ത് ഉള്ള ടെസ്റ്റും അതോടൊപ്പം ഇതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആനിയോൺസിൻ്റെ കംപ്ലീറ്റ് മാർക്ക് നമുക്ക് കിട്ടും. ദെൻ സിസ്റ്റമാറ്റിക് അനാലിസിസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് 0 ഗ്രൂപ്പിലുള്ള കാറ്റയോൺ ആണെങ്കിൽ നമ്മൾ എവിടെ വരെ ചെയ്താൽ മതി? യെസ്, ദ ഫസ്റ്റ് ടെസ്റ്റ് ഓൺലി. ഇനി 0 ഗ്രൂപ്പ് അല്ല, നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ എവിടെ വരെ ചെയ്യാം? യെസ്, ഓൺലി അപ് ടു ദിസ് മച്ച്. ദെൻ ഇഫ് ഇറ്റ് ഈസ് തേർഡ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ് നമുക്കില്ല, ദെൻ തേർഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ഡു ഓൾ ദ 4 ടെസ്റ്റ്. ആദ്യത്തെ 3ഉം ആബ്സെന്റ് എന്ന് കാണിക്കുക, ദ ലാസ്റ്റ് വൺ ഈസ് പ്രസന്റ്. ദെൻ ഇതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റുകളും കൂടെ ചെയ്യുക. കൺഫർമേറ്ററി ടെസ്റ്റുകൾ നമുക്ക് 0ക്ക് 2 ടെസ്റ്റ്, നെസ്ലേസ് റീജിയൻ ടെസ്റ്റ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ്. 0 ഗ്രൂപ്പ് ആണെങ്കിൽ ഇത് മാത്രം കൊടുക്കുക. ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ പൊട്ടാഷ്യം ക്രോമേറ്റ് ആൻഡ് പൊട്ടാഷ്യം അയോഡൈഡിൻ്റെ ടെസ്റ്റ്. ദെൻ തേർഡ് ഗ്രൂപ്പ് ആണെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ടെസ്റ്റ്, ഫസ്റ്റ് വൺ. ദെൻ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആൻഡ് കോബാൾട്ട് നൈട്രേറ്റ് ഇസ് ആഡഡ്, ദാറ്റ് ഈസ് ആഷ് ടെസ്റ്റ്. അപ്പോൾ ഇത്രയും ടെസ്റ്റുകൾ നമ്മൾ നന്നായിട്ട് തറവായിട്ട് പഠിക്കാം. എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. നല്ലപോലെ പേപ്പറിൽ കറക്റ്റായിട്ട് ടാബിൾ കോളംസ് എല്ലാം വരച്ച് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.